അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കൊണ്ടാട്ടോ. അപ്പം ഇതിലൊരു നല്ലൊരു സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് പുറത്ത് പോകുന്ന കാണിക്കുന്നുണ്ട്, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് കുറച്ച് പഫ് പേസ്ട്രി ബാക്കിയുണ്ടായിരുന്നു. നമ്മൾ നോമ്പിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പഫ് പേസ്ട്രി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ നാട്ടിൽ പോവാണ് എന്നുള്ളത്. അപ്പോൾ മാക്സിമം തീർക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചിങ്ങനെ ബീഫ് സ്ട്രിപ്സ് അല്ലെങ്കിൽ ബേക്കൺസ് എന്നൊക്കെ പറയും, അതുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ നടുവ് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബേക്കൺസ് ഓൾറെഡി കുക്ക്ഡായിട്ട് വരുന്നതാട്ടോ, കുറച്ചൊന്ന് കുക്ക് ചെയ്ത് വരുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പാനിലിട്ടിട്ടൊരു 2 മിനിറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള എന്ത് ഫ്ലേവറും വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. മറ്റ് കെച്ചപ്പോ അല്ലെങ്കിൽ പാഴ്സ്ലി അങ്ങനത്തെ കുറേ ഫ്ലേവർ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് ജസ്റ്റ് ചീസ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് പിന്നെ ബാക്കി വന്ന പഫ് പേസ്ട്രി ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഓരോ പഫ് പേസ്ട്രിയും പിന്നെ നടുവിൽ കട്ട് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഫുള്ളായിട്ട് വെക്കണ്ട, നടുവ് കട്ട് ചെയ്ത് ഓരോ പീസാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചെയ്ത് നോക്കുമ്പം സക്സസ് ആവുകയില്ലെന്നൊന്നും എനിക്കറിയില്ല എന്നിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ അവനൊക്കെ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് പണി കുറവാണ്. അത് ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചായയും കൂടി ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ്. ഒരു ടൈമിൽ തന്നെ മോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റാൽ എൻ്റെ ബാക്കിൽ തന്നെ എണീറ്റിട്ട് വരും. കൂടെ ആളില്ലെങ്കിൽ അവൾ പെട്ടെന്ന് എണീറ്റ് വരും കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്കുള്ള ഫുഡൊന്ന് കൊടുക്കുകയാണ്. ഇതെന്തായാലും ബേക്ക് ചെയ്യാൻ ടൈം എടുക്കുമല്ലോ. ഇപ്പോൾ പഫ്സ് ഞാൻ ബേക്ക് ചെയ്യൽ എൻ്റേത് ഗ്യാസ് അവൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റലില്ല. എൻ്റേത് ഫസ്റ്റ് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്നേ ഒരു സമയത്ത് വർക്കാവുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് അടിയത്തെ ഫ്ലെയിമാണ് ഓണാക്കി കൊടുത്തത്, ആ ബേക്കണൊക്കെ ഒന്ന് കുക്കായി വരാനും പിന്നെ പഫ് പേസ്റ്റ് ഒന്ന് പഫ് ചെയ്ത് വരാനും വേണ്ടിയിട്ട്. അങ്ങനെ അതിന് ശേഷം പിന്നെ ഞാൻ മുകളിലത്തെ ബർണറും കൂടി ഒന്ന് ഓണാക്കിയിട്ട് കൊടുക്കാറാണ്, ആ മുകളിൽ ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഇതാ നമ്മളെ പേസ്ട്രി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ സംഭവം വിചാരിച്ച പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ ഈ സ്റ്റേക്കേഷനൊക്കെ പോകുമ്പം ഹോട്ടൽസിൽ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലിങ്ങനെ കുറേ ഇങ്ങനെ പേസ്ട്രികളും ബണ്ണും അങ്ങനെ മീറ്റ് നിറച്ച ബണ്ണ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇക്കാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇക്കയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. മോൾക്ക് പിന്നെ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാവുന്ന സമയത്ത്. പിന്നെ ഈ ബേക്കൺ അധികം നമ്മൾ കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ, അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിപ്പോവും.
പിന്നെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം വന്ന് മൂവിയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാട്ടോ കിച്ചണിൽ കയറിയത്. അപ്പം അയക്കാനെടുത്ത് ചോദിച്ചപ്പം മിക്ക ഉച്ചയ്ക്ക് വരില്ല, ഫുഡ് കഴിക്കാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് മാത്രം വെക്കുന്നുള്ളൂ കേട്ടോ. ഇക്ക വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞാനങ്ങനെ കാര്യമായിട്ട് ലഞ്ചൊന്നും ഉണ്ടാക്കാൻ നിൽക്കാറില്ല, എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയായിരിക്കും. അപ്പോൾ മോൾക്കിപ്പം ജസ്റ്റ് ബസുമതി വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാം, പിന്നെ എഗ്ഗ് ഫ്രൈ ചെയ്ത് കൊടുക്കും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ നാടൻ ചോറും കറികളൊക്കെ ഉണ്ടാക്കൽ ഭയങ്കര കുറവാട്ടോ. കാരണം നാട്ടിൽ പോവായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ സാധനങ്ങളൊന്നും അധികം വാങ്ങിക്കാറില്ല, പച്ചക്കറികളൊന്നും വാങ്ങിക്കാറില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഇക്ക ചിലപ്പോൾ ഉച്ചയ്ക്ക് വരില്ല, അപ്പോൾ പിന്നെ ഉണ്ടാക്കില്ല, അപ്പോൾ പിന്നെ അതൊക്കെ ബാക്കിയായി കിടക്കുമോ. പിന്നെ ഞാൻ അതെല്ലാം തീർന്നപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചില്ല, നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പച്ചക്കറികളൊന്നും വാങ്ങിച്ചിട്ടില്ല, കേടൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഉച്ചയ്ക്ക് വരിക എന്ന് പറയുമ്പം ഇങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടി നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാറാണ് പതിവ്. പിന്നെ ഞാൻ ഈ ഒരു നൈഫ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഇതൊക്കെ വാങ്ങിച്ചതായിരുന്നു. നല്ല റിവ്യൂ ഉള്ള നൈഫാണ്, ഹസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ നൈഫാണ്. നല്ല റിവ്യൂ ഉള്ള ഒരു നൈഫാണ്, അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഞാനത് ഇതുവരെ യൂസാക്കി നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് നോക്കി നോക്കുകയാണ്. ഇത് കൈ കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി എന്നല്ലാണ്ട് യൂസാക്കിയിട്ട് നോക്കിയിട്ടില്ലായിരുന്നില്ല, ഒന്നും കട്ട് ചെയ്തിട്ടോ അങ്ങനെയൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. കാണാനൊക്കെ നല്ല എന്താ പറയുക, ഷെഫൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു നൈഫാട്ടോ. എനിക്ക് ശരിക്കും ഇങ്ങനെ വലിയ നൈഫ് യൂസ് ചെയ്യാൻ പേടിയാട്ടോ, എനിക്ക് കയ്യിൽ ഒതുങ്ങാത്ത പോലെ തോന്നും. ചെറിയ നൈഫ് യൂസ് ചെയ്ത് അതങ്ങനെ ശീലമായിട്ട് വലിയ നൈഫൊക്കെ യൂസ് ചെയ്യാൻ കുറച്ച് പേടിയാണ്. ഞാൻ ആകെ വലിയ നമ്മുടെ വാട്ടർ മെലണോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കട്ട് ചെയ്യാൻ മാത്രമേ വലിയ നൈഫ് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. ഇതിങ്ങനെ സ്മൂത്തായിട്ട് കട്ടായി പോകുന്നുണ്ട്, ഉള്ളിലൊക്കെ കട്ട് ചെയ്യുമ്പം ഒരു ഇതും ഇല്ലാണ്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് കട്ടായി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പേടിച്ചാട്ടോ കട്ട് ചെയ്യുന്നത്, കാരണം ഇത് നല്ല ഷാർപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കൈ മുറിയാവുമോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയാട്ടോ കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണ നൈഫ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഡെയിലി ഒരു കട്ട് എങ്ങനെ ആയാലും എൻ്റെ വിരലിൽ വരും. അപ്പോൾ ഈ ഒരു നൈഫ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം ഇത് കൊട്ടാൽ നല്ലോണം തന്നെ മുറിഞ്ഞു പോവും. ഞാൻ പേടിച്ച് അരിയാം കേട്ടോ. പക്ഷെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉള്ളിലേക്ക് അരിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതെവിടെയെങ്കിലും നല്ല രീതിയിൽ തന്നെ ഹാങ് ചെയ്തിടണം എന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ഫ്ലാറ്റ് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ അധികം ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഹുക്ക് വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വേറെ എവിടെയും അങ്ങനെ വെക്കാനും പറ്റത്തില്ല, കാരണം ഇത് കയ്യിൽ കൊണ്ടാലും നന്നായിട്ട് തന്നെ മുറിയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സമയം കൊണ്ട് തന്നെ മോളുടെ ഫുഡെല്ലാം വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികൾക്ക് പോയി. അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി ഒന്നും ക്ലീൻ ചെയ്യാറില്ല കേട്ടോ, ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ക്ലീനിങ് പരിപാടികളൊക്കെ. അതിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു ദിവസം ഇങ്ങനെ ചൂലുകൊണ്ട് അടിച്ച് വരാണെങ്കിൽ പിന്നെ ഒരു ദിവസം ഞാൻ ഹൂവറിങ് മെഷീൻ വെച്ചിട്ട് ഹൂവർ ചെയ്യും കേട്ടോ, കാരണം അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആക്കി കിട്ടും. ഹൂവർ ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ മോപ്പും ചെയ്യും, അപ്പോൾ നമുക്ക് മോപ്പ് ചെയ്യുമ്പം അങ്ങനെ പൊടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ സോഫയിലുള്ള കുഷൻസൊക്കെ ഒന്ന് കൊട്ടി ഇതാക്കുകയാണ്, കാരണം മോള് ഇപ്പോൾ ഫുൾ ടൈം ഈ സോഫയിൽ കിടന്ന് കളിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പൊടിയാണ് കേട്ടോ സോഫയിലൊക്കെ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് പോയി ഫ്രഷായി വന്ന് മോളുടെ നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് വിചാരിച്ച് നിൽക്കുന്ന ഒരു പണിയായിരുന്നു, അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും മറന്നു പോവും, അപ്പോൾ അതുകൊണ്ട് ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി മോൾ
മോൾക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. അപ്പം ഒരു നെയ്ച്ചോറിൻ്റെ കൂടെ മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ ഫ്രൈഡ് റൈസ് പോലെ ആക്കി കൊടുക്കാമെന്നതിന് വിചാരിച്ചത്. പിന്നെ നോക്കുമ്പം ക്യാരറ്റോ ബീൻസോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ജസ്റ്റ് മുട്ട പൊരിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തലേന്നത്തെ ഫുഡ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതാട്ടോ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ കഴിക്കുക. എനിക്കായിട്ട് ഞാനൊന്നും ഉണ്ടാക്കാറില്ല. ഇക്ക വരുന്നുണ്ടെങ്കിൽ മാത്രമേ മെയിനായിട്ട് ഫുഡ് ഉണ്ടാക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കും. പിന്നെ മോൾക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നാട്ടിൽ പോകാനല്ല, അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും. പിന്നെ മോള് കുറേ ദിവസമായിട്ട് പാർക്കിൽ പോകണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പുറത്തിറങ്ങിയതായിരുന്നു. അപ്പോൾ ഇപ്പം പുറത്തിറങ്ങാൻ വലിയ സുഖമില്ല കേട്ടോ. കാരണം അത്യാവശ്യം ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചൂടെന്നല്ല, ഭയങ്കര ഒരു പുഴുങ്ങൽ പോലെയാണ്. അപ്പോൾ നമുക്ക് അധികം നേരം ഒന്നും പുറത്ത് നിൽക്കാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് മടുത്തു പോവും. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ പാർക്കിൽ കളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മോളിലേക്ക് പോയിട്ടോ. ഞാൻ ഈ വീഡിയോ ഒരു ട്യൂസ്ഡേ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്യൂസ്ഡേ അറിയാമല്ലോ, ഇവിടെയുള്ള അങ്ങനത്തെ മോൾസിലുള്ള ഈ ഫൺ സിറ്റി അങ്ങനത്തെ ഇതിലൊക്കെ നമുക്ക് വണ്ടറല്ലേ ഉള്ളൂ. അപ്പം എന്നാൽ പിന്നെ ബാക്കി കളി അവിടെ പോയിട്ട് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അടുത്തുള്ള മുഷ്രിഫ് മാളിലേക്കാട്ടോ പോയത്. അപ്പോൾ ഈ ഒരു മുഷ്രിഫ് മോളുടെ ഈ ഒരു ഫൺ സിറ്റിയിൽ ഒരുപാട് ഇങ്ങനെ ഈ മോളുടെ പ്രായമുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് റൈഡ്സ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ഒട്ടുമിക്ക എല്ലാത്തിലും പോയി നോക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു മുഷ്രിഫ് മാളിലാണ് കുറച്ചും കൂടിയും ഇങ്ങനത്തെ റൈഡ്സ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അവരവിടെ കളിക്കാനാക്കിയിട്ട് പിന്നെ ഞാൻ താഴെ ഇങ്ങനെ കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഞാൻ മാക്സിൽ വന്നതാട്ടോ. അപ്പോൾ മാക്സിൽ അത്യാവശ്യം നല്ല സെയിലുണ്ടായിരുന്നു. കുറേ മാക്സി ഡ്രസ്സസിനൊക്കെ നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 20, 25, 35 ആ ഒരു റേഞ്ചിൽ കുറേ ഡ്രസ്സസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സെയിലിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ സൈസിലുള്ളത് കിട്ടില്ല. അതാണ് ഒരു പ്രശ്നം. ഒന്നെങ്കിൽ ഭയങ്കര ചെറിയ സൈസായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര വലിയ സൈസായിരിക്കും. ഈ നടുവിലുള്ള സൈസൊന്നും ഒരിക്കലും കിട്ടത്തില്ല. എന്നാലും ചില പീസുകളൊക്കെ കിട്ടും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ അരിച്ച് പെറുക്കണം സെയിലുള്ള സമയത്തൊക്കെ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ 25, 30 അങ്ങനെ എന്തോ ആണ് വരുന്നതെന്ന് തോന്നുന്നു. ഈ ഒരു ഡ്രസ്സും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതിന് 28 ദിറംസോ അങ്ങനെ എന്തോ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വൈറ്റ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹൈനെക്കായിട്ട് ഫുൾ ലെങ്ത്ത് വരുന്ന ഡ്രസ്സാട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അത് ഞാനൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കയ്യിലെടുത്തിട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഫിറ്റിംഗ് റൂമിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പോകാൻ മടിയായിട്ട് പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചു. പിന്നെ അതുപോലെ തന്നെ ടോപ്സ്, ടീഷർട്ട്സ് ഇതിനൊക്കെ നല്ല നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ റേറ്റ്സിന് നല്ല സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് സൈസ് കിട്ടാൻ പണിയാണ്.
പിന്നെ അതുപോലെ തന്നെ ബാഗ്സിനും ചെരുപ്പിനും ഒക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡെനിമിൻ്റെ കളക്ഷൻസിനും അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ജഗിങ്സിനൊക്കെ 22 ദിറംസോ അങ്ങനെ എന്താ വരുന്നുണ്ടായിരുന്നുള്ളൂ. അത് അത്യാവശ്യം നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നി. ഇതിനൊക്കെ അതേ ഒരു പ്രൈസാട്ടോ വരുന്നത്. പിന്നെ അതുപോലെ സ്കേർട്ടിനുണ്ടായിരുന്നു, പിന്നെ സാധാ നോർമൽ ജീൻസ്, മോംഫിറ്റ് ജീൻസ്, അങ്ങനെ കുറേ ടൈപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സൈസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പക്ഷെ എന്നാലും നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ മുഷ്രിഫ് മോളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും പോകുന്നത് സൗദി കിച്ചണിലേക്കാട്ടോ. അങ്ങനെ അവിടെ പോയി നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഇപ്പോൾ നമ്മളൊരു ഫ്ലാറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓൺലൈനിൽ ഒരു ഫ്ലാറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഫ്ലാറ്റ് കണ്ടാൽ അതൊന്ന് പോയി നോക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ മാറാൻ നോക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ പോയി നോക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ വന്ന് നോക്കിയതാട്ടോ. എയർപോർട്ട് റോഡിലാണ് വരുന്നത്. ഫ്ലാറ്റൊന്നും കുഴപ്പമില്ല, പക്ഷേ വലിയ വലിപ്പമില്ല കേട്ടോ. ബെഡ്റൂമും ഹാളൊന്നും അങ്ങനെ വലിയ വലിപ്പമില്ല, പിന്നെ ബാൽക്കണിയും ഇല്ല. അപ്പോൾ ഈ ഒരു 2 റീസൺ കൊണ്ട് നമുക്കത് അങ്ങനെ ഇഷ്ടമായില്ല കേട്ടോ. കിച്ചണെല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കിച്ചണെല്ലാം നല്ല വലിയ വിൻഡോ ഒക്കെ ഉണ്ട്. വിൻഡോ എല്ലാത്തിലുണ്ട് കേട്ടോ. ഹാളിലും ബെഡ്റൂംസിലൊക്കെ നല്ല വലിയ വിൻഡോ വരുന്നുണ്ട്. പിന്നെ കിച്ചണിലും ഉണ്ട്. അപ്പോൾ നല്ല ലൈറ്റ് ഉണ്ടാവും, പക്ഷേ വലുപ്പം കുറവായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഇതിൽ തന്നെ 1 ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളത് നോക്കാൻ പോയില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.